ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂർ രാമകൃഷ്ണേട്ടൻ്റെ കടയുടെ മുന്നിലാണ്. തൊട്ടടുത്താണ് മഞ്ജുളാൽ. ഗുരുവായൂർ മഞ്ജുളയും മഞ്ജുളാലും ഭക്തരുടെ ഉള്ളിൽ വലിയ ആത്മനിർവൃത്തി നൽകുന്ന വലിയ ഒരു സ്ഥലമാണ്. കഴിഞ്ഞ 42 വർഷത്തോളം ഈ മഞ്ജുളാൽ തറയെ, മഞ്ജുളാൽ ആലിനെ വെള്ളമൊഴിച്ചും ദിവസവും 2 നേരം തിരികൊളുത്തിയും ജീവിതത്തോട് ചേർത്ത് വെച്ച രാമകൃഷ്ണേട്ടൻ്റെ 83 വയസ്സുണ്ട്. രാമകൃഷ്ണേട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ രാമകൃഷ്ണേട്ട, വലിയ സന്തോഷം. സ്വദേശം എവിടെയാണ്? സ്വന്തം സ്ഥലം ശ്രീകൃഷ്ണപുരം കുട്ടാനശ്ശേരി എന്ന് പറയും, പാലക്കാട് ജില്ല. ഇവിടെ ഒരു 3-4 വയസ്സിൽ വന്നിട്ടുണ്ട്. ഞാനും അമ്മയും കൂടി വന്നതാണ്. അപ്പൊ അമ്മ നന്നായി വടക്കം പാട്ടും ഇതൊക്കെ പാടും. അമ്മയ്ക്ക് മാനസികമായിട്ട് ചെറിയ കുഴപ്പമുണ്ട്. അങ്ങനെ ഒന്ന് പെട്ടതാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടിലാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. അമ്മേനെ അമ്മയുടെ പേര്? അമ്മയുടെ പേര് ശരിക്കും കുഞ്ചിന്ന് തന്നെ പേര്. കുഞ്ചിന്ന് തന്നെ. ഇവിടെ വന്നു ഞങ്ങളങ്ങനെ ഞാനും അമ്മയും കൂടി വന്ന് ഇവിടെ കൂടി. അതില് ഇങ്ങനെ രക്ഷപ്പെട്ട് കുറച്ച് മുതിർന്നപ്പോ ഞാൻ ഹോട്ടലിൽ നിന്ന് എങ്ങനെ നടക്കണം മോശമല്ലേ, ബസ് എപ്പോഴേലും വണ്ടി പണി കിട്ടുള്ളൂ. അങ്ങനെ ഹോട്ടലിൽ നിന്നിട്ടാണ് കുറേശ്ശെ ഒന്ന് പിന്നെ പിന്നെയാണ് ബസ് എഴുതുന്നത്. അങ്ങനെ ഇവിടുന്ന് ഊട്ടിക്ക് പോണ ബസ് ഉണ്ടായിരുന്നു, ശ്രീശാസ്ത്ര രാജലക്ഷ്മിക്കാരൻ, ഊട്ടിക്കാരൻ സ്വാമിയുടെ വണ്ടി. അങ്ങനെ ഒരു മൈസൂർക്കാരനുണ്ടായിരുന്നു ഡ്രൈവർ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പമ്പിൽ വെച്ചിട്ട് 3-4 ടയർ മാറ്റി. ഒരു 10-12 മണി കഴിഞ്ഞു. പണിക്കും ബാലശ്ശേരി സെക്കൻഡ് ഷോ ഇട്ടിട്ടൊക്കെ ഓരോരുത്തരൊക്കെ പോയി കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ബാക്കിൽ നിന്ന് ജാക്കി ഇറക്കണ്ടെന്ന്. ശരിയെന്നു. ജാക്കിയൊക്കെ ഇറക്കണ്ടെന്ന് പറഞ്ഞപ്പോ നീ അത് തന്നെ വന്നു. ഡ്രൈവിംഗ് സീറ്റ് കൂടെ കയറി സീറ്റിലിരിക്കുന്ന ഞാൻ സീറ്റിലിരുന്നു. അങ്ങനെ ശരിക്കും ഇരിക്കാമെന്നൊക്കെ പറഞ്ഞു. ശരിക്കൊക്കെ എന്നെ ഇരുത്തി. ശരീരം ബലം കൊടുക്കല്ലേ, അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തിനെ വിളിക്കുക, എന്നിട്ട് തൊട്ട നിറയിൽ വയ്ക്കുക സ്റ്റാളി. അങ്ങനെ ഞാൻ ദൈവത്തിനെ വിളിച്ച് തൊട്ട നിറയിൽ വെച്ചു. ആദ്യം എന്നോട് പറഞ്ഞു ഫസ്റ്റ് ഗിയർ ഇടുന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഫസ്റ്റ് ഗിയർ ഇട്ട് 1 മൂവാകുമ്പോഴേക്കും സെക്കൻഡ് ഗിയർ ഇടാൻ പറഞ്ഞു. അതായത് ഇപ്പൊ ഇങ്ങോട്ടാണ് പോണേ? അങ്ങോട്ടാണ് പമ്പെന്നാണ് എടുക്കുന്നത്. പമ്പെന്ന് എടുക്കണേ. അന്ന് ഈ റോഡില്ലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേ? ഈ റോഡില്ല, ഈ റോഡൊന്നുമില്ല, അതുമില്ല, ഇതിങ്ങോടൊന്നുമില്ല, ഇങ്ങനെ തന്നെ. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു നടക്കലേക്ക് പോവാണ്, അമ്പലത്തിന്റെ ഭാഗത്തേക്ക് പോവാ. അങ്ങോട്ട് ആറുവിട തിരിവെന്ന് പറയും. അവിടെ ആറുവിട തിരിവില് വണ്ടി ഞാൻ ഇതേമാതിരി നിർത്തി റിവേഴ്സ് എടുത്തു. ഇയാളതൊക്കെ പറഞ്ഞെന്നുള്ളതാണ്. അതേമാതിരി മെല്ലെ എടുത്തു. അങ്ങനെ എടുത്ത് നോക്കുമ്പോ നമ്മുടെ കൂട്ടുകാരൻ, അയ്യോ അവനെ ഡ്രൈവ് പഠിപ്പിച്ചെടുക്കും, പാവം പയ്യനാന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷം പറഞ്ഞു. അയാൾ എന്താ വണ്ടി ഓടിക്കുന്നൊക്കെ പറഞ്ഞു തമിഴില് വണ്ടി നിർത്തി. എന്നിട്ട് മൂപ്പര് നിർത്തും. ഞാൻ വണ്ടി റിവേഴ്സ് അങ്ങനെ ആറുപതിൽ അങ്ങോട്ട് സത്രത്തിന്റെ അവിടേക്കാ തിരിച്ചെടുത്ത ബാക്ക്. അങ്ങനെ തിരിച്ചു ആൾക്കാരെ കയറ്റിയിരുന്നത്. അപ്പൊ തിരിച്ചു നിർത്തി. അപ്പൊ ഇയാളെന്നോട് പറഞ്ഞു, നീ ചെയ്തൊക്കെ ശരിയാണ്, അനക്ക് പറഞ്ഞാൽ മനസ്സിലാവും, അതിനൊക്കെ ഞാൻ പറ്റുന്ന ശരിയാക്കി തരാം. അപ്പോ നീ അയാള് എന്നോട് സന്തോഷം കൊണ്ട് പറയണം, അതൊരു കണ്ണ് ദൃഷ്ടിപ്പെടുക പറയാം. അതൊരു കണ്ണാണ്, അത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ദേഷ്യപ്പെട്ട അതാണ് ദേഷ്യപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പൊ മൂപ്പര് പുറത്തൊക്കെ തട്ടി ശരി എന്നും പറഞ്ഞു. അങ്ങനെ മൂപ്പര് എണ്ണയിട്ട് കുറച്ച് ദിവസം വണ്ടിയിൽ ഇങ്ങനെ പോകും. അപ്പൊ ഞാൻ ഇങ്ങനെ പിന്നീട് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോ ഞാൻ 150 രൂപ വാടക താമസിച്ചിരുന്നു, ഞാനും ഭാര്യയും. അങ്ങനെ വീടില്ലാത്തൊരു വിഷമം ആയി. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ഡ്രൈവറായി കുറച്ചൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ കുറച്ച് സ്ഥലം എന്റെ നാട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്നൊക്കെ ഉണ്ടാക്കിയ പൈസ ഉണ്ട്, കുറിയിലൊക്കെ കൂടി കുറച്ച് കാശുണ്ടായിരുന്നു. ആ സ്ഥലം വെച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ പെട്ടിക്കട എടുത്തു. കൃഷ്ണ എന്ന് പറയും, അവിടെ നിന്ന് പെട്ടിക്കട ടൗൺഷിപ്പിന്റെ ആ കട എടുത്തു. ആ കട എടുത്ത് നോക്കുമ്പോ അവിടെ ബസ്സൊന്നും വരുന്നില്ല, കച്ചവടമില്ല. 1 മാസത്തോളം അങ്ങനെ പോകും. 1 മാസത്തോളം പോയപ്പോ പിന്നെ എനിക്ക് തോന്നി ഞാൻ ഡ്രൈവറായിട്ട് തന്നെ പോവാ, വണ്ടിയിൽ തന്നെ പോവാ. ഭാര്യ അച്ഛനും കണ്ണുകൾ നോക്കി കച്ചവടം 50-60 രൂപയ്ക്ക് പോകും. പിന്നെ 1-ാം തീയതി ആയപ്പോ പറഞ്ഞു എല്ലാ ബസ്സും ഇവിടെ വരണം, എല്ലാ ബസ്സുകാരും അവിടേക്ക് വിളിച്ചു. അപ്പൊ അവിടെ ചായ ഞങ്ങള് കച്ചവടം ചായ എന്നൊക്കെ, പിന്നെ കഞ്ഞിയും ഫ്രൂട്ട്സും അന്നൊക്കെ തൃശ്ശൂരിന്ന് വേണം. ഞാൻ ഭാര്യ അച്ഛനോട് പോകും. കച്ചവടത്തിന് നല്ല നേക്കാൻ പോകരുത് എല്ലാം പറഞ്ഞു തരും. അങ്ങനെ ഞങ്ങൾ പോയി അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കും, ഇവിടെ വരും. ഇവിടുന്ന് ഞങ്ങൾ സാധനം വണ്ടി ഞങ്ങൾ എടുക്കും. അങ്ങനെ കഞ്ഞി ഇതൊക്കെ ആയി നോക്കുമ്പോ അങ്ങനെ ബില്ലും പഠിക്കൽ ഒരു 5 സെന്റ് സ്ഥലം മേടിച്ചു. അതിന് വീട് ചെറിയ ഷെഡ് കെട്ടി താമസാക്കി. പിന്നെ അത് വിറ്റു. അത് വിട്ടിട്ട് അങ്ങനെ ഇവിടെ വന്നു. കുപ്പായിലെ വീട് അവരിന്ന് സ്ഥലം മേടിച്ചു. ഇവിടെ കൊണ്ടുള്ള പറമ്പ് ഇവിടെ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ബാക്കിലായിട്ട് 10 സെന്റ് അതിൽ മേടിച്ചു. ഇവിടെ ഇപ്പൊ ഈ കട തുടങ്ങിയിട്ട് എത്ര കാലമായി? ഈ കട തുടങ്ങിയിട്ട് ഒരു 40-50 കൊല്ലം പറയുന്നു. ഇതിപ്പോ അങ്ങനെ വെച്ചാൽ വണ്ടി
അന്ന് 2 ടെമ്പോ 2 ടാക്സിന്റെ ഓക്കെ. ഒക്കെ ഫൈനാൻസിൽ നിന്നാണ് ലോൺ എടുത്തിട്ട്. അപ്പൊ ഈ ലോൺ വീട്ടിനൊക്കെ കൂടി വേണ്ട ആലോചിച്ചിട്ട് പശു ഉണ്ടായിരുന്നു. അപ്പൊ ഒരു പശു 2 ഒന്ന് നേരത്തിന് പേര് ഞാൻ വണ്ടി വർഷോപ്പ് വന്നിട്ട് വെള്ളം കൊടുക്കണ്ടായി ഒന്നിനെ വെച്ചു. ഒന്നിനെ അവിടെ നിർത്തി ഗുരുവായൂരിന് കൊടുക്കാൻ. അത് മറ്റേ അതിനെ ഗുരുവായൂരിന് കൊടുക്കും. അപ്പൊ വേറെ വിചാരം പട്ടി ഓർമ്മ കൊടുക്കുന്നതാണ്. മുപ്പത്തേര് ഇവിടെ വന്നു എവിടെ കാശ് എന്ന് വെച്ചിട്ട് കാശൊന്നും കിട്ടില്ല. അവിടെ ഒരു ടീം അറിയാണ്ട് അതായത് അമ്പലത്തിലേക്കാണ് കൊടുത്തത്. അവിടുന്ന് ഒരു 2 മാസം കഴിയുമ്പോഴേക്കും 2 മാസം കഴിഞ്ഞു അയ്യപ്പന്മാരുടെ സീസണായി. അപ്പൊ ഇങ്ങനെ തോന്നി പ്രാവശ്യം ഇഡ്ഡലിയും ദോശ കൊണ്ട് കച്ചവടം ചെയ്യാം. ആ കൊല്ലം ഒരു 1.25 ലക്ഷം രൂപ കടം കിട്ടി. 2 മാസം അങ്ങനെ കുറച്ച് കാശൊക്കെ മിച്ചം വന്നു. അപ്പൊ ഭാര്യ അച്ഛൻ പറഞ്ഞു കടക്ക് വീടിട്ടല്ലേ കൊടുക്കേണ്ട വരായിരുന്നു പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട് ഒന്നും വേണ്ട. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇല്ലേ അന്ന് ടൗൺഷിപ്പാ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോ ഒന്നും ചെയ്യില്ല. അപ്പൊ വേറെ വല്ലവരുടെ കയ്യിലാണെങ്കിൽ എങ്ങനെ നോക്കും. വേറെ സമുദായത്തിന്റെ ഉള്ളിലാണെങ്കിൽ നല്ല രീതികളുള്ള സ്ഥലമാണിത് മഞ്ഞളാല്. എനിക്ക് നല്ലതാ. അപ്പൊ ഞാൻ ഒന്നും ചെയ്യണ്ട. എന്തായാലും വെള്ളച്ചിട്ട് പോയിട്ട് ഒരു ദിവസം 2-3 ചരാതി കത്തിച്ചു. അതായത് മഞ്ഞളാലിന്റെ ഇന്നത്തെ പോലത്തെ അത്രയും തറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അന്ന് ഈ തറയല്ല, പക്ഷെ പഴയ തറ, ചെറിയൊരു തറ. അപ്പൊ അത് അവിടെ വിളക്ക് വെക്കാൻ തുടങ്ങി. അത് 2 ദിവസം വെച്ചപ്പോ തോന്നി ചെയ്യണ പണി വൃത്തിയിൽ ചെയ്യണം. അമ്മ പറയാതാ നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഭക്ഷണം വേറെ ആൾക്ക് കൊടുക്കും. ഇതൊക്കെ അമ്മ ഇതുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായാലും ചെയ്യണം, വൃത്തി ചെയ്യണം എന്നല്ലേ അമ്മ പറഞ്ഞത്. 2-3 ദിവസം കഴിഞ്ഞപ്പോ ഒരു ചൂല് കൊണ്ടുവന്നൊക്കെ അടിച്ചോരി വെള്ളമൊക്കെ തെളിച്ച് വിളക്കത്തിക്കും. എന്താ ടൗൺഷിപ്പിലാ നോക്കും ചിലവര്. അപ്പൊ മോൻ പറഞ്ഞേ മൂക്ക് വീട്ടിൽ എന്താ നിങ്ങൾക്ക് തലയ്ക്ക് തിന്നേ റോഡൊക്കെ അടിച്ചേർന്ന്. റോഡല്ല തല ചുറ്റുഭാഗല്ലേ. അതൊരു വ്യായാമമാണ് ഞാൻ ചെയ്യണമെന്ന് വേണ്ടിയില്ല. അന്ന് ഇത്ര ഈ മഞ്ഞളാൽ എന്നുള്ള രീതിയിൽ ഇത്ര പ്രശസ്തി ഇല്ല അല്ലേ? അത് പഴയ കാലത്തുണ്ട് അങ്ങനെ. പക്ഷെ അത് അത്ര ദേവസ്വം പോലും അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. ഈ ആനോട്ടം മാത്രം കൊണ്ടുനടക്കും. ചെയ്യില്ലല്ലോ. എന്താ ഈ ആകാശൊക്കെ 2 ദിവസം ഈ ആറാട്ടിന് 2 ദിവസം അവിടെ ദേവസ്വം തെളിച്ചു തുടങ്ങി. അപ്പൊ ഞാനിതിങ്ങനെ തെളിച്ചോണ്ടിരിക്കുമ്പോ വെള്ളമൊക്കെ തെളിച്ചോണ്ട് അപ്പൊ ഒരു ദിവസം ഒരാൾ വന്നിട്ട് ചോദിച്ചു ഇതെന്താ ഉണങ്ങി തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പേപ്പറിലൊക്കെ കണ്ടില്ല പറഞ്ഞു. അതാ കാലൊക്കെ എടുത്തിട്ടിരിക്കണല്ലേ. അതാണ് അത് ഇതിന് ചൂട് സഹിക്കേ. 4 പുറം ടാറിട്ട റോഡ്, ഇത് വാർപ്പ്, അതിന്റെ അപ്പുറത്ത് ഈ ഓടിട്ട വലിയ വിളക്കില്ലേ. ഇതൊക്കെ വെയിലായ നല്ല ചൂട്. ആ കാറ്റിന് ആലായി കാരണം നിക്കണോ പറയാ. അത് പറഞ്ഞപ്പോ വെള്ളം കിട്ടണ്ട എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഞാൻ എന്ത് പണി ചെയ്തു, 2 ട്രിപ്പ് വെള്ളം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എടുക്കും. ഇത് ടൗൺഷിപ്പാണ്. ആ വെള്ളം എടുത്തുകൊണ്ട് വന്നപ്പോ ഒരാൾ എന്താപ്പോ അപ്പൊ 2 ദിവസം 3 ദിവസം കൊണ്ടപ്പോ എനിക്ക് കയ്യിന് കാലം കടച്ചിട്ടൊക്കെ ഒരു വ്യത്യാസം വന്ന മാതിരി, എന്തോ ഒരു ചേഞ്ച് വന്ന മാതിരി തോന്നിക്ക് തരുന്നു. അപ്പൊ അതൊരു 5 ട്രിപ്പാക്കി. അപ്പൊ ഒരാള് ഇവിടെ അയാൾ പറഞ്ഞേ എന്താ ഇപ്പൊ വെള്ളം എണ്ണം കൂട്ടിയെന്ന് വെച്ചു. അപ്പൊ അതെനിക്ക് ശരീരത്തിന് അത് എക്സസൈസ് ആണ്, അല്ലാണ്ട് ഗുരുവായൂരിന്റെ അതെന്താ എനിക്ക് തോന്നിയില്ലേ. ആരും ഇങ്ങോട്ട് പറഞ്ഞൊന്നുമില്ലല്ലോ. എനിക്ക് തന്റെ ശരീരം ഒന്നും ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് തോന്നിയത് 2 ദിവസം കൊണ്ടുപോയപ്പോ ശരിയല്ല. അപ്പൊ 3 ആക്കി. അപ്പൊ അങ്ങനെ 5 കൂട്ടി. അങ്ങനെ വെള്ളം ഒഴിക്കാൻ തുടങ്ങി. പിന്നെ കുറേശ്ശെ കിടത്ത് ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് ഉണ്ടായത്. നമുക്ക് പഴയതും അപ്പോഴേക്കും ഈ ആലിന്റെ ആ കരിവാളിപ്പൊക്കെ മാറി പതുക്കെ ഇലകൾ ഫോട്ടോയില് കണ്ടത് അങ്ങനെയൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഞാൻ എന്നോടിക്കുമ്പോ എന്നും വിളക്കത്തിക്കും, എന്നും വിളക്കത്തിക്കും. ഇപ്പൊ എങ്ങനെ ദിനചര്യ എങ്ങനെയാ? കാലത്തുണ്ട് വരും. ഇപ്പൊ കുറച്ച് നേരം കഴിയും. മറ്റേ ഞാൻ 2-2:30 വിളിക്കുമ്പോൾ എത്തും. എഴുന്നേൽക്കും. എന്നിട്ട് അങ്ങനെ പറ്റേച്ച് ഒന്ന് കുളിച്ച് ആദ്യം ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് കുളിച്ചിട്ടാ വരാം. അങ്ങനെ 30 ഡ്രസ്സൊക്കെ എടുത്തരും. അപ്പൊ ഒരു ദിവസം ഈ അതിന്റെ മുകളിൽ സർപ്പുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. ഞാൻ കണ്ടില്ല. നല്ല അപ്പൊ ഒരു ഇത്ര പോകുന്ന സാധനം ചാടി. ചെറിയൊരു ലേശം വണ്ണുള്ളോ. ഈ തല കാണുമ്പോൾ ഈ താലിയുടെ മാതിരി അത്ര എനിക്ക് ഒരു മിന്നല കണ്ടു. പിന്നെ ഇത് കണ്ടില്ല. അപ്പൊ ഞാൻ അവിടെ എത്തിയപ്പോ കുറച്ച് ഇങ്ങനെ എത്തിയപ്പോ ഇങ്ങനെ അവിടെ വിടവുണ്ട്. അവിടെ എത്തിയപ്പോ കാലിൽ കിട്ടി. അപ്പൊ കാലിന്റെ അവിടെ മുറി പൊട്ടുണ്ടായിരുന്നു. അതിന്റെ മുകളിൽ തട്ടിയപ്പോ കാഴ്ചന്ന് വിചാരിച്ചില്ല. അപ്പൊ അന്ന് ബൾബുള്ളൂ, ഈ ലൈറ്റ് ഒന്നുമില്ല. അപ്പൊ ഞാൻ ആ ലൈറ്റ് ഇങ്ങനെ നോക്കിയപ്പോ ഇതാണല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചു. അപ്പൊ 38 ചെന്ന് പറഞ്ഞാലേ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. നിങ്ങളെന്തിനാ അതിന്റെ മുകളിൽ കയറി? ഞാൻ പുറത്തായി. ഞാൻ പറഞ്ഞു പുറത്തായി പറയുന്നില്ല. പഴയ കാലത്തൊക്കെ കയറി ഇപ്പൊ അറിയില്ല. ഇപ്പൊ 7 ദിവസം കഴിഞ്ഞിട്ട് കത്തിക്കെടുക്കും. അന്നത്തെ കാലഘട്ടം. അപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞു. അതിന്റെ ശേഷം അമ്പലക്കുളത്തിൽ കുളിക്കും.
എന്നിട്ട് വന്ന് വിളക്കെത്തിക്കും. അതായത് ഡെയിലി 2:30 എഴുന്നേറ്റ് അമ്പലക്കുളത്തിൽ പോയി കുളിച്ച്. ഇപ്പൊ കുറെ നാളായിട്ട് ഒന്ന് ബ്രേക്കായി, ലോക്ക്ഡൌൺ വന്നതിന് ശേഷം ഒക്കെ ഒന്ന് ബ്രേക്കായി. പിന്നെ ഇന്നിപ്പോ അമ്പലക്കുളത്തിൽ പോയി കുളിച്ചിട്ട് വന്നിട്ടാ. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇല്ല, മുടക്കാണ്. പിന്നെ ഉച്ചരിഞ്ഞിട്ട് എന്നും കുളിക്കും. ഇവിടെ പാർത്ഥസാരഥി പോകും. അതായത് എനിക്ക് പ്രഷറുണ്ടായി, ഷുഗറിന്റെ കേസുണ്ട്. അപ്പൊ എന്നോട് മഹേശൻ ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിക്കണം, ഡെയിലി തുറന്ന് കഴിക്കണം. ഓന്നും പറഞ്ഞ് എഴുതിയിട്ടാണ് ഞാൻ മേടിച്ചു. ഇവിടെ 2-3 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങനെ തോന്നി, തണുക്ക് നീന്താറില്ല, തണുക്കൊന്നും നീന്തി എന്താ തണുക്കൊരു അസുഖം ഉണ്ടാവില്ലേ. കണ്ണൂർന്നൊക്കെ വീട്ടിലെ എങ്ങനെ ആലോചിച്ചു. ശരിയാ, പഴയ കാലത്ത് ഞാൻ നന്നായി 2-3 മണിക്കൂറൊക്കെ കുളത്തിൽ നീന്തി ഞങ്ങൾ മത്സരിച്ചിട്ട് അവിടെ പോയി പാർത്ഥസാരഥി പോയി ഇവിടെ കുളിക്കാൻ താല്പര്യം, അവിടെ പൂട്ടിയിട്ടിരിക്കുക. അപ്പൊ ആ വിജയേട്ടൻ ചോദിച്ചാൽ എന്താ അവിടെ കുളിക്കാൻ വേണ്ടി വന്ന് കൂടി. അപ്പൊ താക്കോലുണ്ട് ഇവിടെ ഉണ്ടാ കൂട്ടിയിട്ട് അവിടെ തന്നെ വെച്ച് ഓരോരുത്തർ വന്ന് തിരുമ്പിൽ കുളിക്കണ ആൾക്കാരുണ്ടാകും. അപ്പൊ അവിടെ പോയി അന്ന് ഒരു 1/2-3 മണി അന്ന് 1 മണിക്കൂർ മേലെ നീന്തി. ആദ്യത്തിന് വിഷമം. അപ്പൊ കുറച്ച് നീന്തി അപ്പൊ ഇപ്പൊ ഇന്നലെയും കൂടി പോയി നീന്തി. അങ്ങനെ പോയി ഒരു 10 മിനിറ്റൊക്കെ നീന്തും. അപ്പൊ എന്റെ മരുന്നൊന്നും കഴിക്കും. അപ്പൊ ശരിക്കും ഇപ്പൊ കാലത്ത് അത് കഴിഞ്ഞ് വന്ന് വിളക്ക് കത്തിക്കും, അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പേടോ വൈകിട്ടും ഇതുപോലെ വൈകിട്ട് ഒരു 5 മണിയാകുമ്പോ പോയി കുളിച്ചിട്ട് വന്നിട്ട് വെളുപ്പിന് തന്നെ. അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളുണ്ട്. അതേമാതിരി പറഞ്ഞ എന്റെ മോന് ജോലി കിട്ടാണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി. 40 ലക്ഷം കൊടുത്താൽ ഒരു മിന്നൽ സ്കൂളിൽ പണിയിട്ടാണ്. അത് ഒരാള് പറഞ്ഞു തന്റെ മകന് ജോലി കിട്ടിയ വയസ്സ് കൂടി ഇനി താന്റെ മോൻ പഠിപ്പ് പോയെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര വിഷമമായി. അപ്പൊ ഞാൻ ഒരു 12 മാസം ഗുരുവായൂർ ദൈവം എന്നും പറയും, ദൈവമേ 40 രൂപ കൊടുക്കാൻ. അങ്ങനെ 40 ലക്ഷം ഒപ്പിച്ച് കൊടുക്കണം. അത് വലിയ വിഷമം എന്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴെത്തിക്കും. ദൈവം എന്തൊക്കെയാ തോന്നിക്കാഞ്ഞ് എന്നിങ്ങനെ മനസ്സിൽ വന്നു. അവിടുന്ന് 2-3 മാസം കഴിഞ്ഞപ്പോ മുമ്പേക്ക് എന്തോ പേപ്പറിൽ കണ്ടിട്ടൊക്കെ എഴുതി കൊടുത്ത് ജോലി കിട്ടി. അപ്പൊ ആള് രക്ഷയല്ല, 4ാമത്തെ കൊല്ലം ഫാമിലിയൊക്കെ അടക്കം. അപ്പൊ അവിടെ സ്കൂൾ പൂട്ടി വരും, അനിയത്തിനെയും കൊണ്ടുപോയി. അധ്യാപകനാണ് ആള്. സുഭാഷ് ഉസ്ബെക്കിസ്ഥാനിലാണ്. ടീച്ചറായിട്ട്. അതെ. നല്ല സുഖമുള്ള ജീവിതം. അവര് ഫോണിലിങ്ങനെ കാണിക്കും. ശരിക്കും ഗുരുവായൂരപ്പന്റെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ടല്ലേ. ഇപ്പൊ ഈ 83ാമത്തെ വയസ്സിലും ദിനചര്യ പോലെ തുടരുന്ന ഒരു കാര്യമാണത് അല്ലേ. അപ്പൊ മനസ്സിലായിക്ക് അതിന് വിഷമമൊന്നുമില്ല ഇപ്പൊ. അങ്ങനെയൊക്കെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അമ്മേരെ പോലെ പാട്ട് പാടുവോ? പാട്ട് പാടുണ്ടാവുമല്ലോ. ഒരു 2 വരി പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് നമ്മുടെ ഈ വിശേഷം അവസാനിപ്പിക്കാം. അറ്റും മണമേലെ ഉണ്ണിയാർച്ച ഉറക്കമായി ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ് ദേമാവിൽ വേലയാണ്.